ഗൈസ് നമ്മൾ ന്യൂ പ്ലിമത്തേക്ക് പോവാണ്. ഇവിടെ സമയം ഇപ്പോൾ ഇവിടെ കാണിക്കും. രാവിലെ 2:44. ഇപ്പം ഇവിടെ നിന്ന് ന്യൂ പ്ലിമത്തേക്ക് പോവാണ്. എല്ലായിടത്തില്ലേ ഷൂസ് എല്ലായിടത്തും നിന്നാണ് എൻ്റെ വിശ്വാസം. രാത്രി ഇവിടെ എല്ലാവരും 3 മണി സമയം. ഹലോ ഗൈസ്, നമ്മൾക്ക് ഇപ്പം രാവിലെ 8:11 അവിടെ എത്തുള്ളൂ. ലോങ് ടൈം. അതായത് ഈ ട്രിപ്പ് നമ്മൾ മൊത്തം ബ്ലോക്ക് ചെയ്യണം. വേറെ എന്തെങ്കിലും പണിയണ്ടേ? നമ്മളിപ്പോൾ പ്ലിമത്തിലേക്കുള്ള റോഡിൻ്റെ അവിടെ എത്തി. ഇവിടെ നിന്നൊരു 2 hours ഓടിയും ഡ്രൈവ് ഉണ്ട് ന്യൂ പ്ലിമത്തിലേക്ക്. മൈനസ് ആയിട്ടില്ല, 3 ഡിഗ്രി തണുപ്പുണ്ട്. പുക വീണിരിക്കുക. ഇപ്പം ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. നമ്മളപ്പോൾ ഇവിടെ വണ്ടി നിർത്തി ഇവിടെ ഒരു കോഫി കുടിക്കാൻ വേണ്ടി നിർത്തിക്കുക. പുള്ളിക്കാരൻ പറഞ്ഞു അതൊരു 20 minutes കൂടി വെയിറ്റ് ചെയ്താൽ കോഫി കിട്ടുന്നു. സോ 20 minutes കൂടി വെയിറ്റ് ചെയ്തൊരു കോഫി കുടിച്ച് പോയാലോ എന്നൊരു തീരുമാനമുണ്ട്. അറിയില്ല 20 minutes കൂടി വെയിറ്റ് ചെയ്ത് കോഫി കുടിക്കണോ വേണ്ടത്. എന്താണ് ഇവിടുന്ന് 15 minute കൂടി പോയാൽ കുറച്ച് ഫുഡ് അടിക്കാനുള്ള സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ. അപ്പോൾ അവിടുന്ന് വിടാണ്. ഇനിയും എത്തിയിട്ട് പറയാം. അപ്പോൾ കുറച്ച് ദൂരം കൂടി പോയിട്ട് ലേക്ക് 3 മണിക്കൂർ കൂടി ഉണ്ട് എത്താനായിട്ട്. ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആണോ ക്ലൈനിലേക്കാളും ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചത് കേട്ടോ. ഹലോ ഗൈസ്, നമ്മളിവിടെ ഒരു സ്പോട്ട് കണ്ടു. നല്ല തണുപ്പാ, നല്ല തണുപ്പുണ്ട്. എത്ര ഡിഗ്രി ആണെന്ന് അറിയില്ല, പക്ഷെ നല്ല തണുപ്പ്. ഇവിടെ ഒരു സ്പോട്ട് കണ്ടാലും വണ്ടി ഇവിടെ നിർത്തിയിട്ടാ. നല്ലൊരു സ്പോട്ട് ഉണ്ട്. ഇവിടേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് സ്പോട്ട്. സാധനമൊക്കെ ഉണ്ട് അവിടെ ഇരിക്കാൻ. നല്ല തണുപ്പ്, നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ് മോനെ അവിടെ. എന്തായാലും എൻ്റെ ക്ലിപ്സ് ഞാൻ എൻ്റെ ഇടയിൽ ആഡ് ചെയ്യാം. സോ കുറച്ചുകൂടി ഭംഗിയെന്ന് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പം കുറച്ചുകൂടി ബെറ്ററായിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നല്ല തണുപ്പ്. ഹലോ ഗൈസ്, നല്ല വെയിൽ. അപ്പം അങ്ങനെ നമ്മൾ ന്യൂ പ്ലിമത്തിലേക്ക് ഇനിയൊരു 30 kilometers കൂടി ഉള്ളൂ. ബട്ട് താരനാക്കി മൗണ്ടനിലേക്ക് ഒരു 45 minutes കൂടി ഉണ്ട്. നമ്മുടെ അടുത്ത് തന്നെ കുറച്ച് ദൂരമുണ്ട്. നമ്മളപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് കയറിയേക്കാം. റിയൽ ഫ്രൂട്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞ് കുറെ നിറയിലിരിക്കണോ. രാവിലെ തന്നെ ഒരു ഐസ്ക്രീം കഴിക്കാൻ എത്തി. അപ്പം എങ്ങനെ ഉണ്ടാവും നോക്കിയിട്ട് വരാം. റിയൽ ഫ്രൂട്ട് ഐസ്ക്രീം ക്ലോസ്. ഓ മൂഞ്ചല. ഇവിടെ പരിപാടി വിളിച്ചാൽ മൂഞ്ചലാണല്ലോ. ഐസ്ക്രീം ക്ലോസ്ഡാ. വന്ന വഴി തന്നെ തിരിച്ചു കയറാം. അങ്ങനെ നിർത്താം. നമുക്കിപ്പം നമ്മളങ്ങനെ മഞ്ഞുമലയിൽ എത്തിയിരിക്കുന്നുണ്ട്. എത്തിക്കഴിഞ്ഞിരിക്കുന്നത് അവിടെയാണ്
GoProയില് ഭയങ്കര ഫോക്കസ് ഇല്ല, മീൻസ് സൂമിങ് ഇല്ലാത്ത ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫോണിൽ കാണിക്കാം. എത്തി മഞ്ഞുമലയിലേക്ക് എത്തി ഗൈസ്. എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു. ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, ബട്ട് അതിൻ്റെ താഴത്തേക്ക് എൻ്റെ വീട്ടിലാണ്. ദാറ്റ്സ് ബെറ്റർ, മച്ച് ബെറ്റർ. ഓ നൈസ് നൈസ് നൈസ്. പോട്ടെ 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 പോട്ടെ. സ്ലോയില് പോയാ മതി, സ്ലോയില് പോയി. ഇതാണ് Turn left, then take the first right. വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെ മഞ്ഞുമലയിലെത്തി. മഞ്ഞ് Turn right. അങ്ങനെ ഇതെല്ലാം ഉണ്ട്. നമുക്ക് കുറച്ചത് ഇനി ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി വേണമെങ്കിൽ 2 ട്രക്കിംഗ് ഒക്കെ ചെയ്ത് എന്നിട്ട് നമുക്ക് തിരിച്ച് പോവാം. ഓക്കെ, ഓക്കെ. നമ്മളിങ്ങനെ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഇവിടെ അത്യാവശ്യം നടപ്പുണ്ട്. ഗ്ലൗസ് ഒക്കെ ഇട്ട് മഞ്ഞുമലയിലേക്ക് കയറാൻ വേണ്ടി സെറ്റ് ആയിട്ടിരിക്കുക. കയറാന്ന് കരുതി, ബിക്കോസ് ഒരു സ്ഥലത്ത് വന്നിട്ട് കയറിയില്ലെങ്കിൽ മോശം കേടല്ലേ. സോ ഞാനും അതിനും കൂടി നമ്മളിന്ന് മഞ്ഞുമലയിൽ കയറും. ഇത് കുറേ ഉണ്ട് കയറാൻ, ബട്ട് മൊത്തം കയറാൻ പറ്റില്ല. ഒരു 1/4 ഒക്കെ കയറാൻ പറ്റുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എനിക്ക് അറിയില്ല, പക്ഷേ കയറുന്നതോളം കയറാം ഉദ്ദേശിച്ചതാണ്. അതാണ് ഇതിൻ്റെ സെറ്റപ്പ്. നമ്മൾ ഹോളി ഹട്ടിൽ 3 മണിക്കൂറുണ്ട്. 1 വേ ആണെന്ന് തോന്നുന്നു. 18 കിലോമീറ്റർ റൗണ്ട് മൗണ്ടൻ സർക്യൂട്ട് 1 hour. നമ്മൾ മലയാറ്റൂർ മല കയറണം. കയറാം. ഇത് ഗ്ലൗസ് കാരണം വലിയ പ്രശ്നമില്ല. ഐസ് നല്ലതാണ്. ഇത്ര ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ വ്യൂ. സോ നൈസ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. ഐസും കട്ടേ. ഇറ്റ്സ് വെരി നൈസ്. നല്ല രസമുണ്ട് കാണാൻ. ആൾക്കാരൊക്കെ നടന്നുകൊണ്ട് വരുന്നു. അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടേക്കണേ. അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇവിടെ വന്നിട്ട് അവിടെ പോകാനാണ് പ്ലാൻ. ഇതുപോലെ ഉയരം കൂടുന്തോറും പ്രകൃതിയുടെ ഭംഗി സോ ബ്യൂട്ടിഫുൾ, നൈസ്. കാരണം സ്ലിപ്പറിയാണ്, ബട്ട് നോക്കി നടക്കണം അല്ലെങ്കിൽ മുഞ്ചും. ദ വ്യൂ ഇസ് അമേസിങ്. മലയുടെ മുകളിൽ മഞ്ഞ് വീണ് കോടത്തി. എനിക്ക് ചിലപ്പോൾ ഫസ്റ്റല്ല ഇവിടെ കയറുന്നത് ഫസ്റ്റാണ്, ബട്ട് ഇതിൻ്റെ താഴെ വന്നിട്ട് പോയിട്ടുണ്ട്. ബിസി കാരണം കയറാൻ പറ്റിയില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര കാം ആൻഡ് റിലാക്സിങ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. ഐ തിങ്ക് അതായിരിക്കും മെയിൻ റീസൺ. നമ്മുടെ ഹട്ട് അവിടെ എത്താറായി, തൊട്ടടുത്ത ഹട്ട്. അവിടേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അറിയാം നമുക്ക് ഫർദർ മുകളിലേക്ക് പോകാൻ പറ്റുമോ പോകണമെന്ന്. ഹായ്. നടന്ന് മതി.
തന്നെ ഇരുന്നതാ. നമ്മളങ്ങനെ നടന്നൊരു ബേസ് പോയിന്റ് അടുത്തെത്തി. നമുക്കിവിടെ കേബിൾ ഉണ്ട്. 1000 മീറ്ററിൻ്റെ എവിടെയാണ് നിൽക്കണേന്ന് തോന്നുന്നു. സോ നമുക്ക് ഇനിയും ഫർദർ കയറണം. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസും 7 ഷൂസ് മാത്രമേ. നമുക്ക് നോക്കാം എന്താ പറ്റുന്നത്. കൂട്ടുകാരുടെ കൂടെ ഹലോ ഹലോ ഇറക്ക് ഞാൻ പോവുകയാണ് മക്കളെ, പോവുകയാണ്. നമ്മൾ സന്തോഷ സൂചകമേ. ഓ ഇല്ലില്ല, പിടിച്ചേ, നല്ല വ്യൂ ഉണ്ടല്ലോ. നിക്ക് നമുക്ക് പോയിട്ട് നോക്കിട്ട് വരാം. അവിടെ ബ്രിഡ്ജ് ഉണ്ട്, അവിടെ ഹട്ട് ഉണ്ട്. അവിടെ ബ്രിഡ്ജിന്റെ ഫ്രണ്ട് വരെ പോയിട്ട് വരാം. അപ്പുറത്തേക്ക് ഞാനില്ല, കണ്ടിട്ട് തന്നെ വരും അവിടെ. ഓക്കെ, അവൻ ബ്രിഡ്ജിന്റെ അപ്പുറത്തേക്കില്ലാന്ന് പറയാം. ഞാൻ ചിലപ്പോൾ പോയി നോക്കിയിട്ട് വരാം. കയറി അവിടെ നിന്ന് പിന്നെ അത് കൂടെ കയറി അവിടെ എത്തുമെന്നാണ് തോന്നുന്നത്. സോ തൂക്കുവാലായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്. യെസ്, നമ്മളങ്ങനെ വീഡിയോ എടുക്കുകയാണ്. So beautiful. ഇല്ല, ഇവിടേക്ക് പോലും ഇല്ല. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ കയ്യെടുത്തു ഐസ് ഉണ്ട്, വിൻഡ് ഉണ്ടെങ്കിലൊക്കെ തിരിച്ച് പോകാനോന്ന് അവർ പറയണേ. സോ നൈസ്. അപ്പം മലയുടെ താഴത്തുനിന്ന് ഒരിക്കലും പോകരുത്. മലയുടെ താഴത്ത് വന്നാൽ ഇവിടെയും കയറിയിട്ട് പോകാം, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് വെൽത്ത് നൈസ്. അത്രേ ഉള്ളൂ. ഒരിക്കലും മലയുടെ താഴത്ത് പോയി താഴത്ത് വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോരുത്. എന്തായാലും ഇത് കയറി പറ്റിങ്ങ അവിടെ വരെ കയറണം. ബിക്കോസ് അതൊരു എക്സ്പീരിയൻസാ. ആടണണ്ട നൈസ്. വലിയ തണുപ്പില്ല. ഫസ്റ്റ് വണ്ടി മോർണിംഗ് തണുപ്പുണ്ട്, ഇപ്പം വലിയ തണുപ്പില്ല. അവിടെ വാടാ മഞ്ഞില്ല. ശേ, നിങ്ങൾ കാണൂ ഗൈസ്, ഈ വ്യൂ ആണ്. ഈ ഒരു ഷോട്ട് ഓ നൈസല്ലേ. ഓക്കെ, നമ്മുടെ ഇപ്പോൾ വീഡിയോസ് കഴിഞ്ഞു. കാരണം വീഡിയോസ് ഫോക്കസ് ചെയ്താൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ കുറച്ച് വീഡിയോസ് എൻജോയ്മെൻറ്റ് എല്ലാം കണ്ട് ഇത് ചെയ്ത് പോവാം. പിന്നെ ഇമ്പാക്റ്റ് വൈസ് നമുക്ക് പോവാം. ഫസ്റ്റ് കുറേ നാളായി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ ന്യൂസിലാൻഡ് വന്നപ്പോൾ തൊട്ട് ആലോചിച്ചിട്ടുണ്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് അപ്പൊന്നും തോന്നിയില്ല. ബട്ട് ഒരിടയ്ക്ക് കൂട്ടുകാരൻ ഗോപ്രോ എടുക്കാം, നമുക്ക് വീഡിയോ ചെയ്യാൻ നോക്കും. സോ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്തല്ലോ എന്ന് കരുതി എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തുടങ്ങി. ബട്ട് എൻ്റെ ഫാമിലിയോടോ എൻ്റെ ഫ്രണ്ട്സിനോടോ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു. പിന്നെ വേറെ അവനിറക്കാം, എറിക്കിനെന്ന് പറയാം. പിന്നെ വേറെ
രണ്ടുപേർക്കും അറിയാം. ഇതോടെ കഴിഞ്ഞാൽ വേറെ ആർക്കും അറിയില്ല. ബിക്കോസ് എല്ലാവരും അറിഞ്ഞു വന്നാൽ മതി. നമ്മൾ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു വേണ്ട, അറിഞ്ഞ് വന്നതിനൊരു പ്രത്യേക ഒരു രസമുണ്ട്. സോ അറിഞ്ഞു വന്നാൽ മതി. ഇതാണ് അവിടെ നിന്ന് മുഴുവൻ. അവൻ എന്ത് ചെയ്യാൻ അവിടെ നിൽക്കണം? ഇരിക്കേ അവൻ അവിടെ നിൽക്കാം. സോ അവൻ അവിടെ നിൽക്കുന്നു, ഞാൻ ഇവിടേക്ക് അവളിലേക്ക് എത്തി. ഇതിൽ കൂടെ വെള്ളം പോകണം, ചാല്. അവൻ അവിടെയാണ്, നമ്മുടെ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെയും നമ്മളിപ്പോൾ എത്രയാ വാച്ച് നോക്കാം. This is the view. എന്തായാലും നിങ്ങൾക്ക് ടോപ്പിലെ വ്യൂ കാണിച്ചിട്ട് ടോപ്പിലെ വ്യൂ കാണിച്ചു തരാം. ദിസ് ദ വ്യൂ. അവിടെയാണ് ഇറക്കിക്കണേ, ആ ടോപ്പിലത്തെ വ്യൂ. സോ വണ്ടർഫുൾ. അവിടെ കുറച്ചുകൂടി കയറിയ ഒരു ഹട്ടുണ്ട്. അവിടെ സ്കേറ്റിങ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ആ സ്കേറ്റിങ് ചെയ്യുന്നതാണ്. ബട്ട് അവിടെ നിന്ന് ഐസൊക്കെ സൂര്യൻ അടിച്ചില്ലേ, അപ്പം സൂര്യക്ക് വീഴുന്നതാണ്. എന്തായാലും ഐ എം ഹാപ്പി. നൈസ് വ്യൂ. എന്തായാലും ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാം, അതിൻ്റെ പിന്നെ വരാം. ഞാൻ അവിടെ നിന്ന് ഊർന്നിറങ്ങാൻ പറ്റുമെന്ന് പറയട്ടെ. സ്കേറ്റിംഗ് ആയിട്ട് വന്നു. Really? Wait! Hey! Comes the snowboarder. You just hold the rope. നൈസല്ലേ? അടുത്താണ് പോയിട്ട് സാധനം കൊണ്ടുവരും, പൊളിക്കും. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ, ഇറങ്ങിക്കഴിയുമ്പോൾ സ്റ്റേ ചെയ്യാം. കണ്ടോ അവിടെ പിടിച്ചിട്ട് കിട്ടടാ. അവിടെ ഐസാരും ജ്യൂസ് പറയാ. എൻ്റെ ബോട്ടും കൊള്ളില്ല. സോ വരുമ്പോൾ ഇതുപോലെ ഒരിക്കലും വരരുത്. സേഫ്റ്റി മെഷേഴ്സ് എന്തായാലും എടുക്കണം. അവർക്ക് ചിലപ്പോൾ 4 hours ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയായിരിക്കും ഇവരൊക്കെ വന്നേക്കണം. ഇത്ര ഡീപ്പുണ്ട്. ഹായ്. ഇത്ര ഡീപ്പുണ്ട് കാണാം. ബ്യൂട്ടിഫുൾ. ഫാമിലീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ചെറിയ കുഞ്ഞു കൊച്ചുവരെ. എക്സ്ക്യൂസ് മീ. ഓ താങ്ക് യു. കുഞ്ഞു കൊച്ചുവരെ ഇവിടെ കയറാമതേക്കാം ഹൈക്കിങ്ങിന്. സോ ആർക്ക് വേണമെങ്കിൽ വന്ന് കയറാം, എൻജോയ് ചെയ്യാം ഈ വ്യൂ. ഓ ഇനി എൻ്റെ മോളിൽ പിന്നെയുണ്ട്. അപ്പം നമ്മളിവിടെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ എത്തിയിട്ട് ബാലൻസ് പറയാം. ബിക്കോസ് ഇപ്പം നോക്കി ഇറങ്ങിയില്ലെങ്കിൽ, സേഫ് ആൻഡ് സെക്യൂറായിട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. സോ നോക്കി ഇറങ്ങുമ്പോൾ തെന്നിൽ കൂടുതലായിരിക്കും, ഗ്രിപ്പ് കിട്ടാൻ ചാൻസ് കുറവാണ്. സോ താഴ്ത്തിയിട്ട് നമുക്ക് അടുത്ത പ്ലാൻ സെറ്റ് ചെയ്യാം. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇവിടെ ഒരു പബ്ലിക് പാർക്കിംഗ് ആണ്. സോ ഇവിടെ വന്ന് ഇട്ടേക്കാം. കുലാത്താറ് നമ്മൾ മന്തി ഇവിടെ നിന്ന് കഴിക്കാൻ കിട്ടി. മന്തി
ഉണ്ടാക്കി കയറ്റും. അപ്പോൾ നമ്മുടെ മന്തി അപ്പം നമ്മളിത് ഉണ്ടാക്കി കയറ്റിയിട്ട് കഴിച്ചു നോക്കാം. സാധനം കത്തപ്പോൾ ചൂടില്ല. ഒരു ആരും എടുത്തതാണ്. കാരണം വരണമായിരിക്കും ഇവിടെ കടകൾ ഭയങ്കര കുറവായിരിക്കും. സോ മന്തി മേടിച്ച് സെറ്റ് ചെയ്താൽ ഞാൻ ഇതാണ് കഴിക്കണം. നമ്മളങ്ങനത്തെ ഒരു നീണ്ട യാത്ര കഴിഞ്ഞിപ്പോൾ ഹാമിൽട്ടൺ എത്തി. നമ്മളിവിടെ സാൽട്ട് ബാങ്കോട്ടിൽ വന്നേക്കാം. അവിടെ നിന്ന് ഫുഡ് അടിച്ചിട്ട് പോകാൻ നിർത്തി. സോ ഫുഡ് അടിച്ചിട്ട് പോകാൻ കുറേ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞായിരുന്നു, എടുക്കാൻ മറന്നുപോയി. പൊറോട്ട ഉണ്ട്, പിന്നെ പൊതിച്ചോറ് ഓർഡർ ചെയ്തു. പൊതിച്ചോറ് അൽഫാം ഉണ്ടായിരുന്നു, നമ്മൾ അൽഫാം കഴിച്ചു. സോ ഫുൾ അൽഫാം ഓർഡർ ചെയ്തു. നൈസായിരുന്നു. അതാണ് ഇവൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ.